Turn with me to Colossians chapter 3. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. I have spoken more from Ephesians, Philippians, Colossians than any other books in the Bible. തിരുവചനത്തിലെ ഈ 3 പുസ്തകങ്ങൾ, അതായത് എഫീസിയർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഈ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവവചനം ശുശ്രൂഷിച്ചിരിക്കുന്നത്. Ephesians talks about church is the body of Christ. എഫീസിയർക്ക് എഴുതിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് സഭ എന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമെന്ന്. And the book of Colossians, Christ is the head of the church. കൊലോസിയർക്ക് എഴുതിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവാണ് സ്ഥലസഭയുടെ ശിരസ്. So between the body and the head we have another book that is called the book of Philippians. അതിന് മധ്യത്തിൽ ശരീരവും ശിരസും അതിന് മധ്യത്തിലുള്ള പുസ്തകമാണ് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അതിന് മധ്യത്തിലുള്ള വിഷയത്തെ പ്രതിപാദിക്കുന്നു. And that talks about Christ-like mind brings joy in our lives. അത് ക്രിസ്തുവിലുള്ള ഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് സന്തോഷം പകരുന്നു എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. Rejoice in the Lord always. എപ്പോഴും സന്തോഷിപ്പീൻ. Now I preferred speaking in Malayalam, but there are many brothers and sisters seated here who do not understand English. That's why there is bilingual here. ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ആഗ്രഹിച്ചത്, എന്നാൽ പലരും മലയാളം ഭാഷ മനസ്സിലാക്കാത്തവരുണ്ട്. അവരെ പ്രമാണിച്ചാണ് ഞാൻ ആംഗ്ലേയ ഭാഷയിൽ സംസാരിക്കുന്നത്. Turn with me to chapter 3 of Colossians. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ And verse 1 says, if you are risen with Christ, seek those things which are above. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. Verse 2, 2-ാമത്തെ set വാക്യം, your affection on things above, not on things on the earth. ഭൂമിയിലുള്ളതല്ല. 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പിൻ. Depending upon the time, I would like to expound these verses. ഈ സമയത്തിന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 2 വാക്യത്തിൽ നിന്ന് ഞാൻ അല്പം വിശദമായിട്ട് സംസാരിക്കും. Colossians is one of the hardest epistles in the New Testament. പുതിയ നിയമത്തിലെ ഏറ്റവും കഠിനമായ ഒരു പത്രമാണ്, ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. Another hardest epistle is the book of Hebrews. രണ്ടാമത്തെ അതുപോലെ കഠിനമായിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. The subject matter in the book of Hebrews is the superiority of Christ. എബ്രായ ലേഖനത്തിൽ അവിടെ അതിന്റെ മുഖ്യ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മഹാത്മ്യമാണ്. Christ is greater than angels. ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ. He is greater than Melchizedek. അവൻ മൽക്കിസദേക്കിനെക്കാട്ടിലും ശ്രേഷ്ഠൻ. He is superior to Joshua. അവൻ യോശുവയെക്കാട്ടിലും ശ്രേഷ്ഠൻ. He is greater than the temple in Jerusalem. അവൻ യെരൂശലേമിലുള്ള ദേവാലയത്തെക്കാട്ടിലും ശ്രേഷ്ഠൻ. He is greater than the sanctuary. അവൻ ആ അതിവിശുദ്ധ സ്ഥലത്തെക്കാട്ടിലും ശ്രേഷ്ഠൻ. He is greater than the tabernacle. അവൻ നിയമപെട്ടകത്തെക്കാട്ടിലും ശ്രേഷ്ഠൻ. He is greater than anyone in the Old Testament. പഴയ നിയമത്തിൽ നാം കാണുന്ന ഏതിനേക്കാട്ടിലും ശ്രേഷ്ഠനായവനാണ് കർത്താവായ. That is why in chapter 12 we read, looking unto Jesus who is the author and finisher of our faith. അതുകൊണ്ടാണ് നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുവിൻ. If we notice the book of Colossians, the subject matter is very similar to that. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോഴും അതിന്റെയും മുഖ്യ പ്രസംഗം അതിനോട് സമമായിട്ടുള്ളതാണ്. Look at chapter 1 verse 17. 1-ാം അധ്യായത്തിലെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, He is before all things. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. And by him all things consist. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. He is the firstborn of all creation. അവൻ സകലത്തെയും He is the firstborn. അവൻ ആദ്യജാതൻ. And he is the prototokos, which means he is the first cause. അത് മാത്രമല്ല, അവനാണ് ആദ്യത്തെ ആധാരം, കാരണം. And we are complete in him. നാം അവനിൽ പൂർണ്ണമായിരിക്കുന്നു. Christ should be the preeminent one in our lives. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തു ആയിരിക്കണം ഏറ്റവും പരമപ്രധാന സ്ഥാനം അർഹിക്കുന്നത്. He is the Lord. He should be the Lord of our life. നമ്മുടെ ജീവിതത്തിലെ നായകൻ അവനായിരിക്കണം. Apart from Christ there is no spiritual life. That is the thesis of the book of Colossians. കൊലോസ്യർക്ക് ലേഖനത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആ സത്യം എന്ന് പറയുന്നത്, ആത്മീകമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ അവനാണ് സർവപ്രഥമ സ്ഥാനം അർഹിക്കുന്ന കർത്താവ്. Is he the preeminent one in your life? നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനമാണ്. And the author says he should be, we should find our all sufficiency in Christ. നാം നമ്മുടെ സർവ്വസമ്പൂർണതയും അവനിൽ തന്നെ കാണണം. അതാണ് ഈ എഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. Look at chapter 1 and 2. ഇതിന്റെ 1-ഉം 2-ഉം അധ്യായങ്ങൾ നമ്മൾ We have profound Christology in first 2 chapters. ഈ 2 അധ്യായങ്ങളിൽ വളരെ വളരെ
പ്രാഗൽഭ്യം അർഹിക്കുന്ന ക്രിസ്തു മഹാത്മ്യം വിവരിക്കുന്ന അധ്യായങ്ങളാണ്. That is the pattern of all the Pauline epistles. പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതാണ് അതിന്റെ ഒരു ശൈലി എന്ന് നാം കാണുന്നു. First few chapters he would deal with profound theological subjects. ആദ്യത്തെ അധ്യായങ്ങൾ, ഓരോ ലേഖനത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങള് ക്രിസ്തു മഹാത്മ്യത്തെ കുറിച്ച് വിവരിച്ചു പറയുന്ന ഒരു വിഷയം. Therefore we must lead a faithful Christian life. അതിനുശേഷം പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം വളരെ വിശ്വസ്തയോടുകൂടി ജീവിക്കണം. You take any epistles, ഏത് ലേഖനം എടുത്താലും first few chapters dedicated for theological subjects, ആദ്യത്തെ അധ്യായങ്ങൾ അത് ഉപദേശപരമായ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. then the rest of the chapters for our practical application. അടുത്തുള്ള പിന്നെയുള്ള അധ്യായങ്ങൾ പ്രായോഗിക വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. What can we learn from that? അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണ്? Doctrine and duty both are important for us. ഉപദേശവും പ്രയോഗവും ഇത് രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ്. What we believe and how we behave, നാം ഏത് വിധത്തിൽ വിശ്വസിക്കുന്നു, ഏത് വിധത്തിലാണ് നാം ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത്, these two are just two sides of one coin. ഇത് ഒരേ നാണയത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. So that is the pattern you see in any Pauline epistle. ഏത് പൗലോസിന്റെ ലേഖനം എടുത്താലും അതേ ശൈലിയാണ് നാം കാണുന്നത്. That is the same pattern in Colossians as well. അതുതന്നെയാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലും നാം കാണുന്നത്. First two chapters, profound Christological subjects. ആദ്യത്തെ രണ്ട് അധ്യായങ്ങളും വളരെ ഉന്നത തലത്തിലുള്ള ക്രിസ്തു മഹാത്മ്യത്തെ വിവരിച്ചു പറയുന്ന രണ്ട് അധ്യായങ്ങൾ. Then we come to chapter 3. അതിനുശേഷമാണ് മൂന്നാം അധ്യായത്തിലേക്ക് നാം വരുന്നത്. Look at verse 1. അതിന് ഒന്നാം വാക്യം, Since you are risen with Christ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. In Romans we are dead with Christ. റോമാലേഖനത്തിൽ നാം കാണുന്ന നാം ക്രിസ്തുവിൽ മരിച്ചവരായിരുന്നു. In the book of Corinthians we are the temple of God. ഇന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. In Galatians we read that I have been crucified with Christ. It's no longer I who liveth, Christ who lives in me. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന നാം കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. In Ephesians we are seated in the heavenly places. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ സ്വർഗ്ഗതലത്തിൽ ഇരിക്കപ്പെട്ടിരിക്കുന്നു. In Philippians our citizenship is in heaven. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ്. In Colossians, കൊലോസ്യർക്ക് എഴുതിയ look at 3 verse 1. അവിടെ ഒന്നാമത്തെ വാക്യം, We are risen with Christ. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Can you imagine you and I are risen with Christ? ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. In Romans 6:4 we read that we are dead, we are buried and we are resurrected with Christ so that you and I may walk in newness of life. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവന്റെ പുതുക്കത്തിലാണ് നാം നടക്കുന്നത്. Again we see in chapter 3 verse 1 here, ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:1 നമ്മൾ വായിക്കുന്നത്, since we are risen with Christ, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ what we must do? നാം എന്ത് ചെയ്യണം? Look at verse 2. 2-ാം വാക്യം, Set your affection on things above. ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ. And in verse 1, 1-ാം വാക്യത്തിൽ തന്നെ, seek those things which are above. ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പീൻ, അന്വേഷിപ്പീൻ. Why we need to put up our mind on things above? എന്തുകൊണ്ട് നാം ഉയരത്തിലുള്ളതിനെ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? We are resurrected beings. കാരണം നാം ഉയർത്തെഴുന്നേറ്റവരാണ്. Though we live in this mortal body, നാം ഈ ജഡത്തിൽ നാം വസിക്കുന്നുവെങ്കിലും we are resurrected beings. നാം ഉയർത്തെഴുന്നേറ്റവരാണ്. Ephesians 2:1 says, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം we അധ്യായം were 1-ാം വാക്യം, dead in our sins and trespasses, നാം പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്നു. and the Lord has raised us from there. എന്നാൽ ആ സ്ഥലത്ത് നിന്ന് കർത്താവ് നമ്മെ ഉയർത്തിയിരിക്കുന്നു. Our position was in a spiritual graveyard. നമ്മുടെ സ്ഥലം ആ സെമിത്തേരിയിലായിരുന്നു, We were കുഴിയിലായിരുന്നു. stinking people. നാം ദുർഗന്ധം മാത്രം വമിക്കുന്ന We were dead people. നാം മരിച്ചവരായിരുന്നു. There were none to save us. നമ്മെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. Christ has raised us from there. എന്നാൽ ക്രിസ്തു നമ്മെ And എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. today you and I are resurrected beings. നാം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാണ്. That's why Paul says, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, we need to put up our mind on things above. നാം നമ്മുടെ മനസ്സിനെ ഉയരത്തിലുള്ളതിന് അന്വേഷിപ്പാൻ The ശ്രദ്ധിക്കുക. Spirit of God knew 2000 years back what is our cardinal problem. ദൈവാത്മാവ് 2000 വർഷത്തിന് മുൻപ് തന്നെ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിരുന്നു. Our problems are not, our main issues are not external.
നമ്മുടെ പ്രധാന പ്രശ്നങ്ങൾ ബാഹികമല്ല, It is internal. അത് ആന്തരികമാണ്. The Spirit of God says many a time you are downward. That is why there is no joy in Christian life. ദൈവാത്മാവ് അതുകൊണ്ടാണ് പറയുന്നത്, പലപ്പോഴും നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ താഴത്തേക്കാണ് നോക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തീയ സന്തോഷം നിങ്ങളിൽ ഇല്ല. Seek those things are above. ഉയരത്തിലുള്ളതിനെ അന്വേഷിപ്പീൻ. Do not be confined to the things of this world. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. And then in another language, more emphatically, the Spirit of God says, set your affection on things above. വേറൊരു ഭാഷയിൽ അവിടെ പറയുന്നത്, ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ശ്രദ്ധയും ഉയരത്തിലുള്ളതിൽ മാത്രം കേന്ദ്രീകരിക്കുക. What is our problem? നമ്മുടെ പ്രശ്നം എന്താണ്? We are worried about 101 things. നാം 101 കാര്യങ്ങളിൽ നമ്മൾ ചിന്താകുലരാണ്. What I will wear. ഞാൻ എന്ത് ധരിക്കും? What I will eat. ഞാൻ എന്ത് കഴിക്കും? What will happen to my children? എന്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും? What about my loan? ഞാൻ ലോൺ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? What about my job? എന്റെ ജോലി സംബന്ധിച്ച്? What about my health? എന്റെ ആരോഗ്യം? We are worried about so many things. പല വിധത്തിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ചിന്താകുലരാണ്. These are all important things. ഇതെല്ലാം മുഖ്യത അർഹിക്കുന്ന വിഷയമാണ്. But there is something more, much more important than that. എന്നാൽ ഇതിനെക്കാട്ടിലും എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളുണ്ട്. Why there is no joy in our life? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്? You ask an average Hindi speaking people, kaise hai bhaiya? ഒരു സാധാരണ ഹിന്ദി സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുക, എങ്ങനെയുണ്ട് സഹോദര? Oh, theek hai. ചലേഗ, വലിയ കുഴപ്പമൊന്നുമില്ല. You ask a Malayali? മലയാളിക്ക് ചോദിച്ചാൽ, how are you acha? എങ്ങനെയുണ്ട് അച്ഛാ? Chalte hain. നടക്കുന്നു കാര്യങ്ങള്, കുഴപ്പമൊന്നുമില്ല. There is no joy in our life. അതിലൊന്നും ഒരു സന്തോഷമില്ല. There is no satisfaction in life. ഒരു സംതൃപ്തി ഇല്ലായ്മ. We are worried about so many things. ഈ ലോകത്തിലുള്ള പല വിഷയങ്ങളെ പറ്റി നാം There are ചിന്താകുലരാണ്. so many tensions in our hearts and നമ്മുടെ minds. മനസ്സിൽ പല വിധത്തിലുള്ള ചിന്താഭാരങ്ങളാണ്. Look at some of the believers. പല വിശ്വാസികളെ നോക്കുക, There is no joy. അവരിൽ ആ സന്തോഷമില്ല. They come for worship. അവർ ആരാധനയ്ക്ക് കടന്നു There is വരും, no satisfaction. ഒരു സംതൃപ്തിയുമില്ല. You are in the presence of the Lord. ദൈവസന്നിധിയിലാണ്. Be joyful. സന്തോഷത്തോടുകൂടെ ആയിരിക്കും. Paul writes to believers in Philippi, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, rejoice in the Lord always. എപ്പോഴും സന്തോഷിക്കും. Again I say unto you, rejoice. വീണ്ടും ഞാൻ പറയുകയാണ്, എപ്പോഴും You know സന്തോഷിക്കും. Paul, from where he writes that epistle? എവിടെ നിന്നാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്? From an AC room. ഇതുപോലെ ഒരു നല്ല AC റൂമിൽ നിന്നാണോ? I have seen that, prison. ആ കാരാഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട്. It's below the sea level. അത് സമുദ്ര ആ തട്ടിൽ നിന്നും താഴെയാണ്. It was not a prison, it was a dungeon. അതൊരു പ്രിസൺ, ഒരു കാരാഗ്രഹം എന്ന് പറയാൻ പറ്റത്തില്ല. It was a dirty place. വളരെ വളരെ മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. And it was a dark room. ഒരു അന്ധകാരം നിറഞ്ഞൊരു സ്ഥലം. It was called as a Mamertine jail. From a small hole he used to get the light. മാമാർട്ടിൻ എന്ന് പറയുന്ന ആ സ്ഥലത്തിൽ നിന്ന് ഒരു ചെറിയൊരു വഴിയിൽ കൂടെ മാത്രം അല്പം വെളിച്ചം. And from there he is chained with soldiers. അവിടെ മറ്റ് പടയാളികളുമായിട്ട് ബന്ധിക്കപ്പെട്ട Soldiers had three shifts. ആ 3 പടയാളി കൂട്ടം അവർ വരും. അവർക്ക് 3 ഷിഫ്റ്റ് ആണുള്ളത്. 8 into 3, 24 hours. 8 മണിക്കൂർ വീതമാണ് അവർക്ക് ഡ്യൂട്ടി ഉള്ളത്. But Paul did not have any shift. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് യാതൊരു ഷിഫ്റ്റുമില്ല. And he writes to believers in Philippi. ആ സമയത്താണ്, ആ സ്ഥലത്ത് നിന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ഫിലിപ്പിയരിലുള്ള വിശ്വാസികൾക്ക് താൻ എഴുതുന്നത്. I can do all things through Christ who strengthens me. ഞാൻ എന്നെ ശക്തൻ ആക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. My God shall supply all your needs according to his riches in glory. ആ കർത്താവ് എന്റെ ആവശ്യത്തിനനുസരിച്ച് തന്നെ ധനത്തിനൊത്തവണ്ണം എനിക്ക് സകലതും നൽകുന്നു. You don't worry. നീ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. Writing to believers, വിശ്വാസികളോട് എഴുതുകയാണ്, you don't worry about me. നിങ്ങൾ എന്നെ കുറിച്ച് ഭാരപ്പെടേണ്ട I am okay here. ഞാൻ ഇവിടെ സന്തോഷമുള്ളവനായിരിക്കും. Thank you for sending that young man from your assembly to assist me. നിങ്ങളുടെ സഭയിൽ നിന്ന് അയച്ചിരിക്കുന്ന യുവാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank you for the offering that you sent me. നിങ്ങൾ എനിക്ക് വേണ്ടി തന്ന കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. You rejoice in the Lord നിങ്ങൾ always. എപ്പോഴും സന്തോഷിക്കും. Again I say unto you, വീണ്ടും പറയുകയാണ്, സന്തോഷിക്കുക. peace that passeth all our understanding may rule our hearts. നമ്മുടെ ഹൃദയത്തെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. He is writing from a prison. അവൻ ഒരു കാരാഗ്രഹത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. Why there is no joy in our life? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലായ്മ. The main reason the Spirit of God says we are so much confined to this world.
കാരണം നാം ഈ ലോകത്തിലുള്ളതിൽ മാത്രം നമ്മുടെ ശ്രദ്ധ We are കേന്ദ്രീകരിച്ചു. worried about 101 things. നാം 101 കാര്യങ്ങളിൽ നാം ചിന്താകുലരാണ്. First time when I was flying, ഞാൻ ആദ്യമായിട്ട് ആകാശമാർഗത്തിൽ കൂടെ യാത്ര it ചെയ്തു. was a wonderful experience. അത് വളരെ When I was a സന്തോഷകരമായ small boy, I used to go to Trivandrum and receive my eldest brother from Gulf. He used to come. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹം വിദേശത്ത് നിന്ന് പറന്നു വരുമ്പോൾ And whenever I go there, I'll take a balcony ticket and go and see how this huge, gigantic metallic piece comes and lands on the earth. ഞാൻ അവിടെ പോകുന്ന സമയത്തെല്ലാം ഈ അറൈവൽ ടെർമിനലില് ബാൽക്കണി ടിക്കറ്റ് എടുത്ത് അവിടെ പോവും. ഈ വലിയ ഈ ഫ്ലൈറ്റ് അത് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി. How this huge metallic piece flies in the sky. ഇത്രയും വലിയ ഒരു യന്ത്രം അത് ഉയരത്തിലേക്ക് പറക്കുകയാണ്. Still, it's a wonder for me. ഇപ്പോഴും അതൊരു അത്ഭുതമാണ് എന്നെ More than സംബന്ധിച്ച്. 1,000 people 1000 ആൾക്കാരൊക്കെ and their heavy luggages. അവരുടെ എല്ലാ സാധനങ്ങളുമായിട്ട് And we sit and sleep in the flight. നമ്മൾ അതിൽ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണ്. My goodness, the whole luggage is flying in the sky. ആ കംപ്ലീറ്റ് അത്രയും വെയിറ്റുമായിട്ട് ആ ഫ്ലൈറ്റ് അത് പറക്കുകയാണ്. First time when I was flying, ആദ്യമായിട്ട് ഞാൻ എയർക്രാഫ്റ്റ് it കയറിയപ്പോൾ was a wonderful experience. അത് വളരെ അത്ഭുതകരമായ ഒരു I അനുഭൂതിയായിരുന്നു. boarded from Calcutta. ഞാൻ കാൽക്കട്ടയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്. Royal Brunei flight going to Dubai. ആ റോയൽ ബ്രൂണൈ ഫ്ലൈറ്റ് അത് ദുബായിലേക്ക് പോവുകയാണ്. Calcutta was very hot in the month of May. മെയ് മാസത്തിൽ കൽക്കട്ട ഭയങ്കര ചൂടുള്ള സമയം. First experience, okay. ആദ്യത്തെ അനുഭൂതി. So I got into the flight. ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി. I have never seen inside, the scene of a flight, face to face. ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിലുള്ള കാഴ്ച ഞാൻ ഒരിക്കലും കണ്ടില്ല. My goodness, it looked like a banqueting hall. അതൊരു വലിയ ഒരു വിരുന്നുശാല പോലെയാണ് എനിക്ക് It തോന്നുന്നത്. was longer than this hall. ഈ ഹാളിനെക്കാട്ടിലും വലിയൊരു സ്ഥലം. Calcutta was very hot. കൽക്കട്ട വളരെ ചൂടുള്ള When I സ്ഥലം. entered inside it was very cool. ഞാൻ ആ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അകത്ത് നല്ല തണുപ്പ്. I got a window seat. ഞാനൊരു വിൻഡോ സീറ്റാണ് എനിക്ക് They asked us കിട്ടിയത്. to put the belt. എന്നോട് പറഞ്ഞു ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി. Bought some chocolates and juices. കുറച്ച് ചോക്ലേറ്റും ജ്യൂസും ഒക്കെ കിട്ടി. Now you won't get anything. ഇനിയൊന്നുമില്ല. So I got a window seat. വിൻഡോ സീറ്റിലായിരിക്കുന്നത്. So I was so curious that first experience. ആദ്യത്തെ എന്റെ അനുഭൂതിയാണ്. So after some announcements in Arabic and some languages, so the flight took off. അതിനുശേഷം ചില അനൗൺസ്മെന്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് അത് ടേക്ക് ഓഫ് ചെയ്തു. I was looking outside. ഞാൻ വിൻഡോയിൽ കൂടെ നോക്കുകയായിരുന്നു. Man, the flight took on. അത് ഫ്ലൈറ്റ് ഓൾറെഡി ടേക്ക് ഓഫ് ചെയ്തു. And I looked down. ഞാൻ താഴോട്ട് നോക്കി. Man, the Hooghly River looked a little small. ഹൂഗ്ലി എന്ന് പറയുന്ന വലിയ നദി, മഹാനദി, അത് ചെറുതായിട്ട് കാണുകയാണ്. India's largest highway, GT Road, Grand Trunk Road, looked like your Pathanamthitta road here. ആ GT റോഡ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു റോഡാണ്. അത് ഈ പത്തനംതിട്ടയിൽ ഒരു ചെറിയൊരു സ്ട്രിപ്പ്, ഒരു പോക്കറ്റ് റോഡ് പോലെ ആയിരിക്കും. I looked down again. ഞാൻ വീണ്ടും താഴോട്ട് നോക്കി. Huge building looked very small. വലിയ വലിയ സൗധങ്ങളാണ്, ചെറിയ തീപ്പെട്ടി കൊട്ടാരം പോലെ എനിക്ക് തോന്നി. Big Tata lorries looked like your toys. ടാറ്റയുടെ വലിയ ട്രക്കുകളെല്ലാം ചെറിയ കളിപ്പാട്ടം പോലെയാണ്. The flight took on a higher ground. അതിന് ഉച്ചത്തിലേക്ക് പോയി. I saw big mountains. വലിയ വലിയ മലകൾ. I couldn't see people. ഞാൻ അവിടെ നിന്ന് ജനങ്ങളെ കണ്ടില്ല. Wonderful experience. വളരെ അനുഗ്രഹീതമായ ഒരു അനുഭൂതി. I was flying, I was cutting through the clouds. ആ മേഘങ്ങളിൽ കൂടെ എന്റെ ഫ്ലൈറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. I looked down. ഞാൻ താഴോട്ട് വീണ്ടും I നോക്കി. couldn't see anything. ഒന്നും കണ്ടില്ല. You know why? കാരണം എന്താ? I was flying in the sky. ഞാൻ ആകാശത്തിലെ നല്ല ഉച്ച ഓൾട്ടിറ്റ്യൂഡിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. Apply same principle in your Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അതേ രീതിയിലുള്ള ആ സത്യം നാം അപ്ലൈ If ചെയ്യും. you take your spiritual life on a higher altitude, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വളരെ ഉന്നത രീതിയിൽ ഉയരത്തിലേക്ക് നാം കൊണ്ടുപോകും. you know an aircraft is designed in such a way it should fly in the sky. ഒരു എയർക്രാഫ്റ്റിനെ അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആകാശത്തിൽ പറക്കാൻ വേണ്ടിയാണ്. Have you seen any aircraft Boeing flight running through your roads in Pathanamthitta? ഇവിടെ എവിടെയെങ്കിലും ഒരു ബോയിങ് 370 വന്ന് പത്തനംതിട്ടയിലെ നമ്മുടെ മെയിൻ റോഡിൽ അല്ലെങ്കിൽ KP റോഡിലൊക്കെ നടക്കുന്നത് നാം കാണുന്നുണ്ടോ? You don't see. കാണുന്നില്ല. Why? കാരണം It is not designed for our roads here. നമ്മുടെ റോഡുകൾക്ക് വേണ്ടി അല്ല ഈ ഫ്ലൈറ്റ്. There is a specific place allotted for that.
that lands only there. ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആകാശത്തിൽ പറക്കുവാനും അതിനുവേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ. You may get an airport near Cheruvalli. There is a possibility. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആയുഷ്കാലത്ത് കിട്ടിയ വലിയ ഭാഗ്യം. Yes, so an aircraft is designed in such a way it should fly in the sky. ഒരു എയർക്രാഫ്റ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആകാശത്തിൽ പറക്കാൻ വേണ്ടി. That's how the Lord has called us to and given this eternal life so that we may take our spiritual life on a higher altitude. നമ്മെ കർത്താവ് നിത്യജീവന് അവകാശികളാക്കി തീർത്തിരിക്കുന്നത് ഉയരത്തിലെ അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് ഉയരത്തിൽ തന്നെ ആയിരിക്കാൻ വേണ്ടിയാണ്. We are saved for eternity. നമ്മെ രക്ഷിച്ചിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി. Don't be worried about all these menial, petty, useless things of this world. ഒരിക്കലും താൽക്കാലികമായിട്ട് സ്ഥാപനമായിട്ടുള്ള ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ ചിന്ത വെക്കരുത്. Don't waste your time. അതിനുവേണ്ടി സമയം പാഴാക്കരുത്. That's why John says, അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, do not love this world and the things of this world. ഈ ലോകത്തെയോ അല്ലെങ്കിൽ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്. You know what is our problem? നമ്മുടെ പ്രശ്നം എന്താണ്? Many a time we are downward. നാം പലപ്പോഴും താഴത്തേക്കാണ് നോക്കുന്നത്. What about me? എന്നെ സംബന്ധിച്ച് What about my clothes? എന്റെ വസ്ത്രങ്ങൾ, What about my house? എന്റെ ഭവനം, What about my children? എന്റെ മക്കൾ, What about my salary? എന്റെ ശമ്പളം, What about my property? എന്റെ സ്ഥാപന We സമ്പത്ത്. are worried about so many things. ഈ കാര്യങ്ങളിലാണ് നമ്മുടെ But I ശ്രദ്ധയുള്ളത്. want to tell you, all the believers in Pathanamthitta, പത്തനംതിട്ടയിലുള്ള വിശ്വാസികളോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, put up your mind on things above. ഉയരത്തിലുള്ളതിനെ മാത്രം അന്വേഷിക്കുക. Look at everything from heaven. സ്വർഗത്തിന്റെ ആ പെർസ്പെക്റ്റീവിൽ സകലത്തെയും നോക്കുക. That's why Paul says our citizenship is in heaven. അതുകൊണ്ടാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. Look your job from heaven. നിങ്ങളുടെ ജോലിയെ ഉയരത്തിൽ നിന്ന് നോക്കുക. Look your car from heaven. നിങ്ങളുടെ കാറിനെ ഉയരത്തിൽ നിന്ന് നോക്കുക. Look your property from heaven. നിങ്ങളുടെ സമ്പത്തുകളെ ഉയരത്തിൽ നിന്ന് നോക്കുക. Look everything that is mortal and earthly from heaven. ഈ ഭൂമിയിലുള്ളതും സ്ഥാപനമായിട്ടുള്ളതിനെ എല്ലാം ഉയരത്തിൽ നിന്നൊന്ന് വീക്ഷിക്കുക. Then it will be very small. അത് നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ചെറുതാണ്. Your priority will be something more for the kingdom of God. നമ്മുടെ പ്രാധാന്യം കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി. That's why the വരും. Spirit of God says, അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ പറയുന്നത്, put up your mind on things above. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ശ്രദ്ധയെ ഉയരത്തിലുള്ളതിനെ മാത്രം കേന്ദ്രീകരിക്കുക. Where is your mind? നമ്മുടെ മനസ്സ് എവിടെയാണ്? You are seated here. നിങ്ങൾ ഇവിടെയാണ് ഇരിക്കുന്നത്. I know some of you can travel without tickets even. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഒരു ടിക്കറ്റും എടുക്കാതെ എവിടേക്കൊക്കെ പോകും. Some sisters might be thinking what we will cook in the afternoon. ഇനി ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകുമ്പോഴേക്കും എന്ത് കുക്ക് ചെയ്യണം, എന്ത് പാചകം ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കും സഹോദരിമാർക്കുള്ളത്. Food is not ready. ആഹാരം തയ്യാറായിട്ടില്ല. Oh, burden is in the wash basin. എല്ലാ സാധനങ്ങളും ഇവിടെ സിങ്കിൽ കിടക്കുകയാണ്. So many things to do. ഒത്തിരി കാര്യങ്ങളുണ്ട്. You can sit here and smile at us. നമ്മളെ നോക്കിയിട്ട് ചിലപ്പോ മുഖത്തൊരു പുഞ്ചിരി വയ്ക്കും. But you can travel without a ticket all over the world. ഒരു ടിക്കറ്റ് എടുക്കാതെ തന്നെ മനസ്സ് എവിടെയൊക്കെയോ പറന്നു നടക്കും. Where is your mind? എവിടെയാണ് നമ്മുടെ മനസ്സ്? What are your priorities? നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം അറിയിക്കുന്ന What is the most important thing in your life? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയം ഏതാണ്? God says, ദൈവം പറയുന്നത്, seek those things which are above. ഉയരത്തിലുള്ളതിനെ അന്വേഷിപ്പീൻ. You know, my favorite verse in the Bible is, വേദപുസ്തകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, when the Lord called me for the ministry, എനിക്ക് എന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി it വിളിച്ചപ്പോൾ, was Matthew 6:33. മത്തായി എഴുതിയ സുവിശേഷം 6:33. What does it say? എന്താ പറയുന്നത്? Seek ye first the kingdom of God and his righteousness, അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, and all these things shall be added unto us. ഇതെല്ലാം നിനക്ക് നൽകപ്പെടും. Well, in English it is written, will be added. അത് നിനക്ക് യോജിക്കപ്പെടും, ഉള്ളതിൽ അതിനോടുകൂടെ ചേർക്കപ്പെടും. But in the original language, എന്നാൽ മൂലഭാഷയിൽ there is another tone in that verse. ആ വാക്യത്തിന് വേറെ ഒരു അർത്ഥമുണ്ട്. When I did a word study on that, I could find that, you know, the real meaning is, if you put up your mind on things above, if you give priority for the kingdom of God, all these necessities will follow you. ആ വാക്യം വളരെ വിശദമായിട്ട് ഓരോ വാക്കും എടുത്ത് വായിച്ചപ്പോൾ മനസ്സിലായത്, നീ നിന്റെ കാര്യം ദൈവത്തിന്റെ നീതിയും രാജ്യത്തിനു വേണ്ടി നിന്റെ ശ്രദ്ധയെ നീ കേന്ദ്രീകരിക്കുമ്പോൾ ഈ പറയുന്ന സകലതും അത് നിന്നെ അനുസരിച്ച് നിന്നെ പിന്തുടർന്നു വരും. Food, shelter and clothing, these are necessities of life. റോട്ടി, കപ്പട ഓർ മക്കാൻ, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. Yeah, we need it. നമുക്ക് ആവശ്യമുണ്ട്. But we don't have to chase after these things. എന്നാൽ ഈ കാര്യങ്ങളുടെ പിന്നാലെ നാം ഓടേണ്ട ആവശ്യമുണ്ട്. But when you have a right priority, നമ്മുടെ
നമ്മുടെ ജീവിതത്തിൽ ഏതിന് പ്രാധാന്യം കൊടുക്കണം, these things shall follow you. അതിന് മുഖ്യസ്ഥാനം കൊടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളെ പിന്തുടരും. You will not have space to keep these things. ഇത് എവിടെ വെക്കണം, അതിനുവേണ്ടി സ്ഥലം കണ്ടെടുത്താൽ നമ്മൾ വളരെ വിഷമിക്കും. If you have a right priority in your life. നമ്മുടെ ജീവിതത്തിൽ ഏതിന് മുഖ്യസ്ഥാനം കൊടുക്കണം അത് നാം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ. What are our priorities? നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? The world and the things of this world. ഈ ലോകത്തിലുള്ള വിഷയങ്ങളാണോ? I often travel to northeastern states. ഞാൻ നോർത്ത് ഈസ്റ്റിലുള്ള ആ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. Assam, Tripura, we have so many young people who have come and studied in our Bible school. ആസാം, ത്രിപുര, മിസോറാം, നാഗാലാൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ പറഞ്ഞ അവിടെയുള്ള യുവാക്കൾ ഞങ്ങളുടെ BBTI വന്ന് പഠിച്ചവരാണ്. If you go as a guest there, അവിടെ ഒരു അതിഥിയായിട്ട് നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ they will give you dog meat. അവിടെ ഈ പട്ടിയുടെ ഇറച്ചി ആണ് അവിടെ കോമൺ, അതാണ് തരുന്നത്. I don't eat. ഞാൻ കഴിക്കാറില്ല. You will get pork meat also. അതുപോലെ തന്നെ പന്നി ഇറച്ചിയും കിട്ടും. That is very delicious. അത് വളരെ വളരെ രുചികരമാണ്. In our culture here we don't eat much, but many of our acharyas go to US and attack there. നമ്മുടെ അച്ചായന്മാര് ഇവിടുത്തെ സംസ്കാരത്തിന് കഴിക്കത്തില്ല, എന്നാൽ അവിടെ ചെന്നേ കഴിക്കും. Yeah, but if you go as a guest, അതിഥിയായിട്ട് നോർത്ത് ഈസ്റ്റ് they പോവാണ്, will give you pork. അവിടെ പന്നി ഇറച്ചി. Have you ever noticed how they catch a swine? ഈ പന്നി അവർ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? I have seen several ഞാൻ times. കണ്ടിട്ടുണ്ട് പലപ്പോഴും. Oh, you should see that. നിങ്ങൾ കാണേണ്ടി. They are very strong. അവര് ഈ പന്നി വലിയ ബലമുള്ളതാണ്. Have you observed these swines how when they live and eat? ഈ പന്നികള് അവര് മേയുന്നതും അവർ കഴിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടോ? Always they are downward. അപ്പോഴും താഴെ നോക്കിയിട്ടായിരിക്കും അത് നടക്കുന്നത്. They always look down. അവരെപ്പോഴും താഴോട്ട് മാത്രമേ നോക്കത്തുള്ളൂ. What I can get, what garbage I can eat. They will look around and see what garbage I can eat. താഴോട്ട് നോക്കി അഴുക്കായിട്ടുള്ള ഏതൊക്കെ എനിക്ക് കിട്ടും, ഏതൊക്കെ ഞാൻ കഴിക്കും, അത് മാത്രമാണ് ചിന്ത. They always look down. അവരെപ്പോഴും താഴോട്ട് മാത്രമേ But നോക്കത്തുള്ളൂ. once in their lifetime they look up. ഒരിക്കൽ മാത്രമേ അവർ ഉയരത്തിലേക്ക് നോക്കത്തുള്ളൂ. You know when it is? അതെപ്പോഴാണെന്നറിയാമോ? These 3-4 young strong fellows, they will come and they will catch a swine. 3-4 പേര് ചേർന്ന് ഒരു പന്നിയെ പിടിക്കും. They will tie 4 legs. അതിന്റെ 4 കാലിൽ കെട്ടി They will put a bamboo through that. അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു മുളയെ കയറ്റും. And then they carry. എന്നിട്ട് അതിനെ പൊക്കി എടുത്തോണ്ട് പോകുന്ന സമയത്ത് And that is the time the swine looks up. അന്ന് മാത്രമാണ് തല കീഴായിട്ടാകുമ്പോൾ തല മേളോട്ട് വെച്ച് മേളോട്ട് നോക്കും. By the time is over. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു. Many of us are like that. നമ്മൾ പലരും അങ്ങനെയാണ്. When we have problem, പ്രശ്നങ്ങളുള്ളപ്പോൾ, when we have trouble, പ്രശ്നങ്ങളുള്ള in our difficulties we look up. ശോധനയുള്ള സമയത്ത് നമ്മൾ ഉയരത്തിലേക്ക് നോക്കും. All other times apna manmani. മറ്റെല്ലാ സമയങ്ങളിലും സ്വയത്തിൽ ആശ്രയിച്ച് താഴോട്ട് നോക്കിയായിരിക്കും. We look down. നമ്മൾ താഴോട്ട് നോക്കും. We don't look up. മുകളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. My time is over here. എന്റെ സമയം കഴിഞ്ഞു. Only one exhortation I told you. ഞാൻ ഒരു ചിന്ത മാത്രമേ ഞാൻ Since you are risen with Christ, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ put up your mind on things above. നിങ്ങളുടെ എല്ലാ മനസ്സിനെയും ഉയരത്തിലേക്ക് കാര്യങ്ങളെ അന്വേഷിക്കും. If you have time, please read Haggai chapter 1. സമയമുണ്ടെങ്കിൽ ഹഗായി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം. Haggai chapter 1. ഹഗായി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം. You know the context is that the children of Judah, they were in captivity in Babylon for 70 years. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾ അവർ ബാബിലോൺ പ്രവാസത്തിൽ 70 വർഷമുണ്ടായിരുന്നു. And they came back to Jerusalem to build the temple. അവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് ദേവാലയം പണിയുവാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. Read verse 4 and 5 in Malayalam. അതിന്റെ 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ Yes. ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട് വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കൂ. Verse 6. 6-ാം വാക്യം, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിര് മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു. You know the context, right? അതിന്റെ പശ്ചാത്തലം അറിയാമല്ലോ. They came to Jerusalem to build the temple. അവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നത് ദേവാലയം പണിയുവാൻ വേണ്ടി. They were slaves in Babylon for 70 years. ബാബേൽ പ്രവാസത്തിൽ അവിടെ ദാസന്മാരായി. They did not have anything.
അവർക്കൊന്നുമില്ലായിരുന്നു. They came back to build the temple in Jerusalem. അവർ ദേവാലയം പുനർനിർമ്മാണത്തിന് വേണ്ടി യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. When they started the work, അവർ ആ പണി ആരംഭിച്ചു. some local people objected the work. എന്നാൽ അവിടെ ഉള്ള സ്ഥലവാസികൾ അതിനുവേണ്ടി ചില കാര്യങ്ങൾ, They said, no temple here. ഇവിടെ ദേവാലയം വേണ്ട, You are outsiders. നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്, We are local people. ഞങ്ങൾ ഇവിടെ ഉള്ളവരാണ്, You cannot make a temple here. ഇവിടെ നിങ്ങൾക്ക് ദേവാലയം പണിയാനായിട്ട് കഴിയുകയില്ല. You know what did they do? അവരെന്ത് ചെയ്തു? They stopped the working അവിടെ പണി നിർത്തി. and they started for themselves. അവർക്ക് വേണ്ടി അവർ ജീവിച്ചു. They started working, extra time, part time, overtime, no time for the Lord. ദൈവത്തിന് വേണ്ടി ഒട്ടും സമയമില്ല. ഓവർ ടൈം, വേറെ കാര്യങ്ങൾ, അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. There is a prayer meeting in the assembly, very few people. പ്രാർത്ഥന മീറ്റിംഗ് കൊണ്ട് സഭയിൽ വളരെ ചുരുക്കം പേര്. There is a Bible study, ബൈബിൾ സ്റ്റഡി സഭയിൽ 5 people. 5 പേര് മാത്രം. If there is a singing evening, so many people will come. പാട്ടിന്റെ ഒരു പ്രോഗ്രാമാണ് സന്ധ്യാസമയത്ത്, വളരെ ആൾത്തിരക്ക്. People are not interested in spiritual things. ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ലായ്മ. They were busy in their own things. അവരുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം. They started working extra time. അവർ എക്സ്ട്രാ ടൈം അതിനുവേണ്ടി They wanted huge houses. അവർക്ക് വലിയ വീടുകൾ വേണം. The text says sealed houses. അവിടെ നമ്മൾ വായിക്കുന്നത് തട്ടിട്ട വീടുകൾ. And the Spirit of God says, consider your ways. ദൈവാത്മാവ് വളരെ പ്രവാചകനിൽ കൂടെ അവരെ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു. Consider your ways. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു. You are sowing much, നിങ്ങൾ ധാരാളം വിതയ്ക്കുന്നു, bringing very little. എന്നാൽ അല്പമേ കൊയ്യുന്നുള്ളൂ. Drinking so much of Coca-Cola but still feeling thirsty. എത്രമാത്രം ശീതള പാനീയങ്ങൾ നിങ്ങൾ കുടിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ദാഹത്തിന് ഒരു ശമനവുമില്ല. You have put on many blankets, നിങ്ങൾ പല പുതപ്പ് നിങ്ങൾ പൊതിക്കുന്നു, still feeling cold. എന്നാൽ കുളിർ മാറുന്നില്ല. Getting 6-digit salary, 6 അക്കമുള്ള ശമ്പളം കിട്ടുന്നു, but pocket has an OTA. എന്നാൽ ഓട്ട സഞ്ചിയിലാണ് അത് ഇടുന്നത്. No investment, അതിലൊന്നും സൂക്ഷിച്ചു വെക്കാനായിട്ടില്ല. no achievement, ഒന്നും സാധിച്ചെടുക്കാൻ, no accomplishment, ഒന്നും സാധിച്ചെടുക്കാൻ, done nothing for the Lord. ദൈവത്തിന് വേണ്ടി ഒന്നുമില്ല. We are busy with the world. ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ. That's why Haggai says, അതുകൊണ്ടാണ് ഹഗ്ഗായി പറയുന്നത്, consider your ways. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുക. Where is your priority? നമ്മുടെ പ്രാധാന്യം, മുഖ്യസ്ഥാനം, Where is your mind? നമ്മുടെ മനസ്സ് എവിടെയാണ്? Since you are risen with Christ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിരിക്കുക. put up your mind on things above. നിങ്ങളുടെ മനസ്സിനെ ഉയരത്തിലേൽ മാത്രം അന്വേഷിക്കുക, ചിന്തിക്കുക. Some 25 years back, 25 വർഷം മുമ്പ്, when I was living Patanapuram, ഞാൻ പത്തനാപുരം കലഞ്ഞൂർ ആ സ്ഥലം വിട്ടു പോകുമ്പോൾ, my well-wishers said, don't go to Bihar. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് പറഞ്ഞു, ബീഹാറിലേക്ക് പോകരുത്. Jharkhand was not even formed at that അന്ന് time. ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനമില്ല. Later, Jharkhand was bifurcated from Bihar. എന്നാൽ പിന്നീടാണ് ബീഹാറിൽ നിന്ന് മാറ്റി ജാർഖണ്ഡ് എന്ന പുതിയൊരു സംസ്ഥാനം വന്നത്. They said, go to Africa, don't go to Bihar. ആഫ്രിക്കയിലേക്ക് വേണമെങ്കിൽ പോയിക്കോ, പക്ഷെ ബീഹാറിൽ പോകരുത്. I said, I will go there and work, then I'll come back after 2 years. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞു, 2 വർഷം അത് കഴിഞ്ഞ് മടങ്ങി വരും. I wanted to for higher studies. ഞാൻ ഉപരിപഠനത്തിന് പോകണം, Or I wanted to be in Patanapuram assembly. അല്ലെങ്കിൽ പത്തനാപുരം സഭയിൽ തന്നെ ആയിരിക്കണം. When I was leaving, my mother cried. ഞാൻ പോകുന്ന സമയത്ത് എന്റെ മാതാവ് കരഞ്ഞു. She said, who will wash your clothes? നിന്റെ തുണികൾ ആര് കഴുകും? Who will cook for you? നിനക്ക് ആര് ആഹാരം പാചകം ചെയ്ത് തരും? You are alone. നീ തന്നെയല്ലേ ഉള്ളൂ. 24 years are gone by. 24 വർഷം കഴിഞ്ഞിരിക്കും. I went with this Bible. ഞാൻ ഈ ബൈബിൾ എടുത്തോണ്ടാണ് അവിടേക്ക് പോയത്. Only the cover is new. അതിന്റെ പുറമേയുള്ള കവർ മാത്രമാണ് The പുതിയത്. Bible is the same. അന്ന് ഞാൻ കൊണ്ടുപോയ ബൈബിൾ തന്നെയാണ് അതിന്റെ ഉള്ളിലുള്ളത്. My assembly gave me 3,000 rupees from Patanapuram. എന്റെ സഭ എനിക്ക് അന്ന് 3000 രൂപ കൂട്ടായ്മയായിട്ട് നൽകി. My brothers warned me that you are not even married. You will end up in marrying a tribal girl from there. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. അവരെന്നോട് പറഞ്ഞു, നീ അവിടെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മിക്കവാറും നീ വിവാഹം കഴിക്കും. You get married and go. നീ വിവാഹം കഴിച്ചിട്ട് വേണേ പോ. I said, I will work there for 2 years, then I will come back. 2 വർഷം അവിടെ അധ്വാനിച്ച് മടങ്ങി വരും. God's ways are amazing. എന്നാൽ ദൈവത്തിന്റെ വഴികൾ അത്ഭുതം. There is no place to keep the blessings today. ഇന്ന് ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെക്കുവാനായിട്ട് സ്ഥലമില്ല. We have shared everything. ഞങ്ങളെല്ലാം കർത്താവിന് നൽകിയിരിക്കുന്നു. We have given everything to the Lord. എല്ലാം ദൈവത്തിന് നൽകിയിരിക്കുന്നു. God gave me a good partner. എനിക്ക് ഏറ്റവും നല്ല ഒരു ജീവിത പങ്കാളി കർത്താവ്. Gave me wonderful children. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നൽകി. So many co-workers. എത്രയോ ധാരാളം കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാർ. So many fruits. ധാരാളം ഫലങ്ങൾ. Even if I leave Jamtara tomorrow, നാളെ ഞാൻ ജാംതാരയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോവാണ്, no regret. There is so much of satisfaction. എനിക്ക് യാതൊരു പശ്ചാത്താപമില്ല. കാരണം അത്രമാത്രം സന്തോഷമാണ് എന്റെ. Because my priority was, കാരണം എന്റെ മുഖ്യസ്ഥാനം, seek ye first the kingdom of God അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, and his righteousness. അവന്റെ നീതി. All these things shall follow you. ഈ പറയുന്ന സകല കാര്യങ്ങൾ നിന്നെ പിന്തുടരും. That's what Psalm 23 says.
അതാണല്ലോ സങ്കീർത്തനം 23 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. Surely goodness and mercy shall follow all the days of your life. നന്മയും കരുണയും നിന്നെ എപ്പോഴും പിൻഗമിക്കും. Before I close, ഞാൻ അവസാനിപ്പിക്കുന്നതിന് let me മുൻപായി ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Where is your mind? നമ്മുടെ മനസ്സ് എവിടെയാണ്? What are your priorities? നമ്മുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം ഏതിനാണ് നമ്മൾ Have you done കൊടുക്കുന്നത്? anything for the Lord so far? നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? Or are you so much confined to this world? അതോ ഈ ലോകത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ Do not കേന്ദ്രീകരിച്ചിരിക്കുന്നത്? love this world and things of this world. ഈ ലോകത്തിലെയോ ലോകത്തിലുള്ളതിനെ ഒരിക്കലും സ്നേഹിക്കരുത്. Thank you so much. May the Lord bless us together. വളരെ നന്ദിയുണ്ട്. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.